ചിന്തിച്ചതിലും ചോദിച്ചതിലും നനച്ചതിലും പരമായി എന്നെ നടത്തിയ ദൈവത്തിനു സ്തോത്രം. ചിന്തിച്ചതിലും പറഞ്ഞതിലും പരമായി എന്നെ കരുതിയ ദൈവത്തിനു സ്തോത്രം. ഈ ദൈവം നല്ല ദൈവം, ഈ ദൈവം എൻ സഹായം, ഈ ദൈവം എൻ്റെ യേശു, ഈ ദൈവം നല്ലൊരാശ്രയം, ഈ ദൈവം എൻ്റെ യേശു, ഈ ദൈവം നല്ലൊരാശ്രയം. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും പ്രിയ സഹോദരീ സഹോദരങ്ങൾക്കും യൗവനക്കാർക്കും കുഞ്ഞു കുട്ടികൾക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവം ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ അസാധ്യമാണെന്ന് നാം ചിന്തിച്ചാലും ആ അസാധ്യമായ കാര്യങ്ങളെയെല്ലാം സാധ്യമാക്കി തരുന്ന ജീവനുള്ള ദൈവം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ ചിന്തയ്ക്കോ അത് മനസ്സിലാക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സാധ്യത, ദൈവത്തിൻ്റെ സാധ്യതകൾ. ദൈവത്തിൻ്റെ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ അത് 100%. മനുഷ്യൻ്റെ സാധ്യതകൾ ഒരുപക്ഷെ 50, 60, 70, 80 ആയിരിക്കും. പക്ഷേ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. 100% സാധ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അസാധ്യമായ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടോ? കാരണം നാളുകളായി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, എന്നിട്ടും സാധ്യമാകുന്നില്ല, ഇനി സാധിക്കുകയില്ല, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് കരുതി നിങ്ങളും വിധി എഴുതി ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് കരുതി നിങ്ങൾ കഴിയുന്നുണ്ടോ? നിങ്ങൾ ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് എഴുതിയതിൻ്റെ താഴെ എഴുതി വയ്ക്കൂ, ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടേണ്ടതായ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളെല്ലാം ഓരോ നമ്പറിട്ട് നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ എഴുതൂ. അതിനുശേഷം ഏറ്റവും അവസാനം എഴുതി വയ്ക്കൂ, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ഞാൻ മുകളിൽ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ദൈവം തരും. ഒരുപക്ഷെ നിങ്ങൾ എഴുതിയ എല്ലാ കാര്യങ്ങളും ദൈവം തരുമെന്ന് അന്ധമായി ഞാൻ പറയുകയല്ല. ആവശ്യമുണ്ടോ? മകനെ, ചില കാര്യങ്ങൾ നിനക്ക് ആവശ്യമില്ലാത്തതാണ്. മകനെ, ചില കാര്യങ്ങൾ നിനക്ക് സാധ്യമായാൽ നിൻ്റെ ആത്മീയജീവിതം തകരും, നീ നിത്യനരകത്തിൽ പോകേണ്ടി വരും, ദൈവരാജ്യം നഷ്ടപ്പെടും. അതുകൊണ്ട് ചിലപ്പോൾ ദൈവം അത് തടുക്കും. ഇല്ല, നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതും ഏറ്റവും അത്യാവശ്യമുള്ള ദൈവം ചെയ്തു തരും. അതുകൊണ്ട് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. എന്നാൽ നാം രാജാക്കന്മാരുടെ 2-ാം പുസ്തകം പഠിച്ചു വന്നപ്പോൾ അവിടെ ഏലിയ പ്രവാചകൻ എലീശയോട് പറയുകയാണ്, നീ പ്രയാസമുള്ള കാര്യമോ എന്ന് ചോദിച്ചത്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, ആത്മാവിൻ്റെ നിറവ് പ്രാപിക്കുക, ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് പ്രാപിക്കുക എന്ന ആ വലിയ കാര്യം, അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ആ എളുപ്പമല്ലാത്ത കാര്യവും ദൈവം സാധിപ്പിച്ചു കൊടുത്തു. അതിന് ചില സ്റ്റെപ്പുകളിലൂടെ നടക്കേണ്ടി വന്നു ഏലീശ. പക്ഷെ കൂടെ ഏലിയാവ് ഉണ്ടായിരുന്നതാനും. സ്തോത്രം. ഏലിയാവ് ഗിൽഗാലിലേക്ക് പോയി, ഏലീശയും കൂടെ പോയി, വിട്ടുപിരിഞ്ഞില്ല. ഏലിയാവ് ബേഥേലിലേക്ക് പോയി, ഏലീശ വിട്ടുപിരിഞ്ഞില്ല, കൂടെ നടന്നു. ഏലിയാവ് യെറിഹോവിലേക്ക് പോയി, പക്ഷേ ഏലീശ വിട്ടുപിരിഞ്ഞില്ല. കൂടെയുള്ള ശിഷ്യന്മാരൊക്കെ പറഞ്ഞു, നീ എന്തിനാണ് ഈ ഏലിയാവിൻ്റെ പിന്നാലെ നടക്കുന്നത്? നിനക്ക് പിന്മാറിക്കൂടെ? നിന്റെ യജമാനെ ദൈവം എടുത്തുകൊള്ളും. ഓ യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിട്ടുപോകുകയില്ല. ആ സമർപ്പണം, ദൈവത്തോട് പറ്റിച്ചേരുന്ന സമർപ്പണം. നാം ജീവനുള്ള ദൈവത്തോടും ദൈവത്തിൻ്റെ വചനത്തോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോടും പറ്റിച്ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മിൽ ദൈവിക അനുഗ്രഹങ്ങളും ആത്മീയമായ മുന്നേറ്റങ്ങളും ദൈവം നമുക്ക് തരുന്നത്. സ്തോത്രം, കർത്താവിന് സ്തോത്രം. നാം വേണമോ വേണ്ടയോ എന്നുള്ള ചിന്താഗതിയോടെ
കിട്ടിയാൽ കിട്ടട്ടെ എന്ന് ചിന്തിച്ച് നാം പോയാൽ നമുക്ക് കിട്ടുകയില്ല പ്രിയരെ. എനിക്ക് കിട്ടിയേ പറ്റൂ, എനിക്ക് കിട്ടിയേ അടങ്ങൂ. ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ എൻ്റെ മേൽ വരണം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ വരണം, പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങൾ എൻ്റെ മേൽ വരണം, പരിശുദ്ധാത്മാവിൻ്റെ ദൂതുകൾ എൻ്റെ മേൽ വരണം, പരിശുദ്ധാത്മാവിൻ്റെ വചനം എനിക്ക് ലഭിക്കണം. ഈ വലിയ ദാഹം, കർത്താവിൻ്റെ വേല എനിക്ക് ചെയ്യണം, ഇങ്ങനെ അടങ്ങാത്ത ആഗ്രഹം, അതിനുവേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ മേൽ വരണം. ഈ വലിയ ദാഹം നമ്മിലുണ്ടെങ്കിൽ കർത്താവ് നമുക്ക് തരും. ദാഹം ഗിൽഗാലിൽ നിന്നും ബേഥേലിലേക്ക്, ബേഥേലിൽ നിന്നും യെരിഹോവിലേക്ക്, യെരിഹോവിൽ നിന്ന് ഇപ്പോഴിതാ യോർദാങ്കിലേക്ക് എത്തി. വിട്ടുപിരിയുന്നില്ല. സ്തോത്രം. ലഭിച്ചേ അടങ്ങൂ എന്നുള്ളതായ ചിന്ത. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടണമോ? ലഭിച്ചല്ലാതെ ഞാൻ അടങ്ങയില്ല എന്നുള്ള നിശ്ചയത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. 1 പ്രാർത്ഥിച്ചു, 2 പ്രാർത്ഥിച്ചു, ഒരാഴ്ച പ്രാർത്ഥിച്ചു, 1 മാസം പ്രാർത്ഥിച്ചു, അല്ല 1 കൊല്ലം പ്രാർത്ഥിച്ചു, കിട്ടിയില്ല, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ നിരാശപ്പെട്ടു പോകരുത്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, പ്രത്യാശയോടെ പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ ചില തലങ്ങളാണത്. ലഭിച്ചു കഴിഞ്ഞു എന്നോർത്ത് പ്രാർത്ഥിക്കണം. അതെങ്ങനെയാണ് ലഭിക്കാതെ ലഭിച്ചു കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നത്? അതാണ് വിശ്വാസം. സ്തോത്രം. ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അതൊരു അതിര് കിടന്ന വിശ്വാസമാണ്. അതുണ്ടെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. ഇവിടെ ഈ 4 തലങ്ങളിലൂടെ കടന്നു. ഏലീശ ആഗ്രഹിച്ച ദൈവം ഏലീശയ്ക്ക് കൊടുത്തു. ഏലിയാവിൻ്റെ മേലുള്ള ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവം അസാധ്യങ്ങളെ നമുക്ക് സാധ്യമാക്കി തരും. എന്താണ് യോർദാൻ? യോർദാൻ നാം ചിന്തിച്ചു, നമ്മുടെ ആഗ്രഹങ്ങളുടെയും സ്വയത്തിൻ്റെയും മരണമാണ്. എന്നാൽ അത് മാത്രമല്ല, യോർദാൻ ഒരു കംപ്ലീറ്റ് സറണ്ടറിൻ്റെ സ്ഥലമാണ്. 3, യോർദാൻ ഒരു ട്രാൻസിഷൻ്റെ സ്ഥലമാണ്. യോർദാൻ എൻ്ററിങ് ന്യൂ സ്പിരിച്വൽ ഡൈമെൻഷൻസ്, പുതിയ മേഖലകളിലേക്കുള്ള പ്രവേശനമാണ്. കർത്താവിന് സ്തോത്രം. 1, സ്വയം നിഷേധിക്കുന്നു, ആഴത്തിലുള്ള സമർപ്പണത്തിലേക്ക് വരുന്നു. 3, പഴയതിൽ നിന്നും പുതിയതിലേക്കുള്ളതായ ഒരു പ്രവേശനം, ആത്മാവിൽ കൂടുതൽ ആഴത്തിലേക്കുള്ള ആ ഒരു എൻട്രി. പാട്ടുകാരൻ പാടി, യോർദാൻ കടന്നാൽ ഭാഗ്യകനാനിൽ, യോർദാൻ കടന്നാൽ ഭാഗ്യകനാനിൽ, മോദമോടെന്നും വസിക്കും യുഗായുഗം, മോദമോടെന്നും വസിക്കും യുഗായുഗം. യോർദാൻ കടന്നാൽ ഒരു ഭാഗ്യ കനാൻ്റെ അവസ്ഥയാണ്. കർത്താവിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സെൽഫ് മരിക്കുക, നമ്മുടെ ആഗ്രഹങ്ങൾ മരിക്കുക, നമ്മുടെ സ്വയം മരിക്കുക. അത് നന്മയിലും തിന്മയിലും സ്വയം മരിക്കണം. നമ്മുടെ ശുശ്രൂഷ ചെയ്യുന്നത് നല്ലതല്ലേ? അതെ. കർത്താവിൻ്റെ വേല ചെയ്യുന്നത് നല്ലതല്ലേ? അതെ. അതിൽ നമ്മുടെ മതിപ്പുകൾ മരിക്കണം. ഞാൻ നല്ലതായിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന ഒരാളാണ് അല്ലേ, ഞാൻ നന്നായി വചനം പറയും, എന്നിലൂടെ ഒത്തിരി കൃപാവരങ്ങൾ ജ്വലിക്കുന്നുണ്ട്, കൊള്ളാം. നമുക്ക് നമ്മെ തന്നോടുള്ള ഒരു മതിപ്പ് പാടില്ല. എല്ലാം ദാനമെന്നോർത്തോളണം. കർത്താവെ, ഒരിക്കൽ ഒരു ദിവസം ശക്തമായി ദൈവത്തിൻ്റെ വചനം പറഞ്ഞോ, ദാനം, കൃപ, പരിശുദ്ധാത്മാവ് വ്യാപരിച്ചല്ലോ. കർത്താവെ സ്തുതി. നമുക്ക് എന്തുണ്ട് പ്രിയരെ? നമുക്ക് സ്വന്തമായുള്ള കുറേ പാവമല്ലേ ഉള്ളൂ, കുറേ പാവപ്രകൃതമല്ലേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം മാറ്റി, ഇതെല്ലാം മറച്ചു പിടിച്ച്, ഇതെല്ലാം കഴുകിത്തന്ന് നമ്മുടെ മേൽ കൃപ പകർന്ന ദൈവത്തിൻ്റെ ദാനമല്ലേ. കർത്താവിന് സ്തോത്രം. അങ്ങനെയെല്ലാം താഴ്വയ്ക്കണം. നമ്മുടെ അറിവുകൾ ഒരുപാട് വായിക്കുന്നവരുണ്ട്, വായനയിൽ കിട്ടിയതായ അറിവുകൾ മുഴുവൻ പ്രസംഗത്തിലൂടെ പറയുന്നവരുണ്ട്. ഓനെ നിൻ്റെ അറിവ് താഴെ വയ്ക്കണം. അതുകൊണ്ട് വായിക്കേണ്ടെന്നാണോ, അറിവ് പറയേണ്ടെന്നാണോ? അതുമല്ല. പക്ഷെ അതിലൊന്നും എനിക്കറിവുണ്ട് എന്നുള്ള ഒരു ചിന്താഗതി വരാൻ പാടില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞത് എല്ലാം താഴെ വയ്ക്കണം. ഇവിടെ അതാണ് യോർദാൻ സൂചിപ്പിക്കുന്നത്. ഗിൽഗാൽ കഴിഞ്ഞു, ബേഥേലിലേക്ക് വന്നു, ബേഥേലിൽ നിന്നും യെരിഹോവിലേക്ക് വന്നു, യെരിഹോവിൽ നിന്നും യോർദാങ്കിലേക്ക് വന്നു. 4 പടവുകൾ, 4 സ്റ്റെപ്പുകൾ, 4 സമർപ്പണങ്ങൾ. ഈ സമർപ്പണത്തിലേക്ക് വരുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ഔട്ട് പോറിങ് വരുന്നത്. കർത്താവിന് സ്തോത്രം. രാജാക്കന്മാർ 2-ാമത്തെ പുസ്തകം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി.
ഏലീശ അത് കണ്ടിട്ട് എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ അവൻ തൻ്റെ വസ്ത്രം പിടിച്ചു 2 ഖണ്ഡമായി കീറിക്കളഞ്ഞു. പിന്നെ അവൻ ഏലിയാവിൻ്റെ മേൽ നിന്ന് വീണ പുതപ്പെടുത്തു, മടങ്ങിച്ചെന്ന് യോർദാനിൽ നിന്നു. ഏലിയാവിൻ്റെ ദൈവം എവിടെ എന്ന് പറഞ്ഞു. അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. ഏലീശ അക്കരെ കടന്നു. പ്രയാസമുള്ള കാര്യം ദൈവം ഏലീശയ്ക്ക് സാധ്യമാക്കി കൊടുത്തു. അതേ പ്രിയരെ, അസാധ്യമായ കാര്യം ദൈവം നമുക്ക് സാധ്യമാക്കി തരും. നാം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, തളരാതെ പ്രാർത്ഥിക്കണം, പിന്മാറാതെ പ്രാർത്ഥിക്കണം, നിരാശപ്പെടാതെ പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവ് തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ചില പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ആത്മീയ ജീവിതത്തിൽ മടുക്കാതെ മുന്നോട്ട് പോകണം. മകരേന്ദ്രൻ്റെ ജീവിതത്തിൽ ചില ആത്മീയമായ പ്രതിസന്ധികൾ വരാം, ഭൗതികമായ ചില ഞെരുക്കങ്ങൾ വരാം. അപ്പോഴും മടുത്തു പോകരുത്. പണത്തിന് ഞെരുക്കം വരാം, നിന്നെ ആര് സഹായിച്ചില്ലെന്നിരിക്കും, നീ പ്രതീക്ഷിച്ചതുപോലെ നിനക്ക് സപ്പോർട്ട് കിട്ടിയില്ലെന്നിരിക്കും, നീ പ്രതീക്ഷിച്ചതുപോലെ നിനക്ക് ഉയരാൻ പറ്റിയില്ലെന്നിരിക്കും. മകനെ, അതൊന്നും കണ്ട് തളരരുത്, വാടരുത്. കാരണം നിന്നെ വലിയ നിറവിലേക്ക് ദൈവം നടത്തുന്ന ചില വഴികളാണത്. ഒന്നിലും ആശ്രയിക്കാനില്ല, യേശുവിനെ ആശ്രയിക്കാനുള്ളൂവെന്ന് നിന്നെ ദൈവം പഠിപ്പിക്കുകയാണ്. നിന്റെ ഇല്ലായ്മയിലും നിന്നെ നടത്താൻ ശക്തനായൊരു ദൈവം ഉണ്ടെന്ന് നിന്നെ ദൈവം പഠിപ്പിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. എല്ലാം പഠിച്ച് എല്ലാം അനുഭവിച്ച് വിട്ടുപിരിയാതെ ഏലീശ നിന്നപ്പോൾ ഏലിയാവിനെ ദൈവസ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടു. എന്താണ് പറഞ്ഞത്? ഞാൻ നിങ്ങളിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ, അതാണ് പറഞ്ഞത്. 10ാമത്തെ വാക്യം, നീ പ്രയാസമുള്ള കാര്യമാണെന്ന് ചോദിച്ചത്, എന്നാൽ ഞാൻ നിന്നിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് വരിയിൽ ഉണ്ടാകുകയില്ല. പക്ഷേ ഇപ്പോൾ ഏലീശ കണ്ടു ഏലിയാവ് ദൈവം എടുക്കുന്നത്. എല്ലാം പൂർത്തീകരിച്ചു. ഈ 4 കടമ്പകളും കടന്നു. ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ഏലീശയുടെ മേൽ വന്നു. നിങ്ങൾക്കറിയാമോ, വേദപുസ്തക ചരിത്രം പറയുന്നു, ഏലിയാവ് ചെയ്തതിൻ്റെ ഇരട്ടി അത്ഭുതങ്ങൾ ഏലീശ ചെയ്തു എന്ന്. സ്തോത്രം. എന്തുകൊണ്ടാണ്? ഇരട്ടി ആത്മാവിന് പങ്ക് കിട്ടി. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരാൻ ദൈവം ശക്തനാണ്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിനു മേലെ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടി ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഇത് വാഗ്ദത്തമാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടും, അത് ദൈവം തരും. പക്ഷെ നാം എന്ത് ചെയ്യണം? നാം നമ്മെ തന്നെ ഒരുക്കി കാത്തിരിക്കണം. ഗിൽഗാൽ, റോൾഡ് അവേ, എല്ലാ പാപങ്ങളും കഴുകപ്പെടുന്ന അവസ്ഥ. ബേഥേൽ, പുതുക്കത്തിൻ്റെ അനുഭവം. എറിഹോ, വിജയത്തിൻ്റെ അനുഭവം. യോർദാൻ, മരണം, സെൽഫ് മരിക്കുന്നു, ആഴത്തിലുള്ള സമർപ്പണം വരുന്നു, ഒരു പുതിയ പന്താവിലൂടെ മുന്നോട്ട് പോകുന്നു. ഈ അനുഭവത്തിലൂടെ നാം പോയി കഴിയുമ്പോൾ നമുക്കും കിട്ടും ദൈവ അനുഗ്രഹം. അനുഗ്രഹം കുറുക്കു വഴിയിലൂടെ കിട്ടുകയില്ല കേട്ടോ. ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളും ഒരുപക്ഷെ ലോകപ്രകാരം നിങ്ങൾക്ക് ചില കുറുക്കുവഴികളിലൂടെ പോകുമ്പോൾ താൽക്കാലികമായ ചില അനുഗ്രഹം കിട്ടിയെന്ന് നിങ്ങൾ പറയുമായിരിക്കും. പക്ഷേ അത് താൽക്കാലികമാണ്, നിലനിൽക്കുകയില്ല. നിലനിൽക്കുന്ന ദൈവീയ അനുഗ്രഹം, അത് ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ, അത് ദൈവത്തിൻ്റെ പ്രമാണപ്രകാരം പോകണം. ചട്ടപ്രകാരം പോരാടിയാലേ വിജയം കിട്ടുകയുള്ളൂ. ഏതാണ് ചട്ടം? ഈ വചനപ്രകാരം മോനെ നീ ആത്മീയമായും ഭൗതികമായും മുന്നോട്ട് പോയാൽ നിന്റെ മേൽ കർത്താവ് വിജയം തരും. നിന്റെ ബിസിനസ് വിജയിക്കും, നിന്റെ ആത്മീയ ജീവിതം വിജയിക്കും, നിന്റെ ശുശ്രൂഷ വിജയിക്കും. അതിനെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വേണം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് വേണം. അങ്ങനെ പ്രയാസമുള്ള കാര്യം ഏലീശയ്ക്ക് ലഭിച്ചു. നമുക്കും ദൈവം വെച്ചിരിക്കുന്നതായി ഓട്ടം ഓടിത്തികച്ച് നമുക്കും ജീവൻ്റെ കിരീടം പ്രാപിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച് തലമുറയിൽ ദൈവത്തിന് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ, ദൈവത്തിന് വേണ്ടി അതിശയങ്ങൾ പ്രവർത്തിക്കുവാൻ നമുക്കും നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവ് നിങ്ങളെ അതിനെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. പക്ഷേ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ നിന്നും ഉള്ള പഠിപ്പിക്കൽ, നിങ്ങൾ ഓരോരുത്തരും യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക. അപ്പോൾ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് വ്യക്തിപരമായി യേശുവുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻ കിട്ടും. അതൊരു വലിയ ബന്ധമാണ്. ആ ബന്ധത്തിൽ വളരുക, ആ ബന്ധത്തിൽ നിലനിൽക്കുക,
അങ്ങനെ കർത്താവിനോട് കൂടുതൽ അടുക്കുക. അതിന് കർത്താവ് ഇടയാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.